അമ്മച്ചി നിങ്ങളുടെ മോനെ ഒടുക്കത്തെ സംശയം. അങ്ങനെ വരാൻ വഴിയില്ല. ഞാൻ അവനങ്ങനെയല്ല വളർത്തിയേക്കണേ. നിങ്ങൾ അങ്ങനെ എല്ലാവർക്കും വളർത്തിയ, പക്ഷെ ആ കാലമാടം വളർന്നു വന്നത് അങ്ങനെയാ. ഇപ്പൊ എന്താ ഉണ്ടായേ? എന്റെ അമ്മച്ചി, ഞാൻ എന്തെങ്കിലും ഒരു സഹായത്തിന് ആ രാമുവിനെ വിളിച്ച ഇതിയാന് സംശയാ. അല്ല, നീ എന്ത് സഹായത്തിനാ അവനെ വിളിച്ചേ? നമ്മുടെ കിങ്ങിണി പശുവിന് മൂക്കയറിടാൻ എന്നെ കൊണ്ട് തന്നെ കൂട്ടിയേ പറ്റൂ. അത് ശരിയാ, അത് അത്ര എളുപ്പല്ല. അതുപോലെ ഇടയ്ക്ക് നമ്മുടെ മിക്സി ഒന്ന് കേടായപ്പോ അവൻ വന്ന് നോക്കി. അവൻ ആ പണി അറിയോ? ആ അമ്മ നല്ല സ്കില്ലുള്ള ആളാ. കഴിഞ്ഞ ദിവസം തന്നെ നമ്മുടെ TV 5 മിനിറ്റ് കൊണ്ട് റെഡിയാക്കിയേ. ടിവിക്ക് എന്തായിരുന്നു കേട്? ടിവിക്ക് കേടൊന്നും ഉണ്ടായിരുന്നില്ല. ഞാനേ ഇന്നലെ ഇടിവെട്ടിയപ്പോ നമ്മുടെ കേബിൾ ഊരിയിട്ടുണ്ടായിരുന്നു. അവർക്ക് തകർന്നത്. അതുപോലെ ഇടയ്ക്ക് ഞാൻ ഓരോ സഹായത്തിന് വരും. അമ്മയ്ക്ക് അറിഞ്ഞൂടെ എനിക്ക് ഈ സവോള കരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ണൊക്കെ ചോന്ന് നിർത്ത് വരുന്നേ. അപ്പൊ രാമു ഭയങ്കര സഹായ. പിന്നെ ചേന അറിഞ്ഞ എനിക്ക് ചോദിച്ചില്ലല്ലേ, അപ്പോഴും രാമ സഹായിക്കാം. ചൊറിയാനാ? ഒന്ന് പോമ്മേ. പിന്നെന്താ, കഴിഞ്ഞ ആഴ്ച നമ്മുടെ രാമു എന്നെ ആത്തിടം വരെ ഒന്ന് കൊണ്ടാക്കി തന്നു. അതൊരു തെറ്റാണോ? അത് തെറ്റൊന്നല്ല. പക്ഷെ നിന്റെ കെട്ടിയോനോ അവ എന്നിട്ട് ചെയ്യണ്ടായിരുന്ന? അങ്ങനെ ആ കൊച്ചിനെ ഡയപ്പർ മാറ്റായിരുന്നു. അങ്ങനെ ബുദ്ധിമുട്ടിക്കണ്ടാന്ന് വെച്ചിട്ടല്ലോ ഞാൻ രാമുവിന്റെ കൂടെ പോയേ. മരിയോളെ, നിന്റെ പ്രശ്നം എന്താ? എന്റെ മോന് സംശയ. അതെന്താന്നറിയോ? എന്റെ മോനെ നിന്റെ കെട്ടിയോനാ. അവൾക്ക് ചേന അറിയാനും മിക്സി നന്നാക്കാനും ടിവിയുടെ കേബിൾ കുത്താനും വണ്ടിയമ്മ പോവാനും വേണം രാമു. എന്നിട്ട് എന്റെ മോന് സംശയരോഗാന്ന് പോലും. റെഡി ഇത് തിരിച്ചായിരുന്നെങ്കിലേ അവള് കേസ് കൊടുക്കല്, വിഹിതം ചോദിക്കല്, എന്റെ ചെക്കന് തലക്കുളം മുണ്ടിട്ട് നടക്കാൻ വരുത്തില്ലടി നീ. അമ്മ രാമു പാവാ. കുരുത്തം കേട്ടവളെ.